യേശുവിനെതിരെ ഈ ജനങ്ങളെ പറഞ്ഞിരിക്കണം. ഇവന്റെ മേൽ ദേവദൂഷണ കുറ്റം ചുമത്തി ക്രൂശിക്കാനായി ജനങ്ങളെ കൂട്ടുപിടിക്കണം. വരൂ, നമുക്ക് അതിനായി ഈ ജനങ്ങളെ പറഞ്ഞ് സജ്ജരാണ്. ജനങ്ങളെ, നമ്മുടെ ചക്രവർത്തി കൈസറാണ്. കൈസറിനെ എതിർക്കുന്നവൻ രാജ്യദ്രോഹിയാണ്. കൈസർക്ക് കരം കൊടുക്കരുത് എന്ന് പറയുന്ന ഇവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ശിക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് പീലാത്തോസ് ആരെ വിട്ടയക്കണമെന്ന് ചോദിച്ചാൽ ബറബ്ബാസിനെ വിട്ടയപ്പാനും യേശുവിനെ ക്രൂശിപ്പാനും നിങ്ങൾ ആർക്ക് പറയണം? എല്ലാവരും ശ്രദ്ധിക്കുകയും മഹാരാജാവ് പീലാത്തോസ് ഇതാ എഴുന്നള്ളുന്നു. എന്തിനാണ് ഇവരെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്? വിചാരണക്കായി എന്ത് കുറ്റമാണ് ഇവർ ചെയ്യുന്നത്? ഇവൻ ദേവദൂഷണം പറഞ്ഞ് ജനങ്ങളെ തെറ്റിക്കുന്നു പ്രഭു. ഇവൻ ദേവപുത്രൻ എന്ന് പറയുന്നു. യഹൂദന്മാർ രാജാവെന്ന് സ്വയം അവകാശപ്പെടുന്നു. ഇവർ നിന്റെ നേരെ ഇത്രമാത്രം സാക്ഷ്യം പറയുന്നുണ്ട്. മറുപടിയെ നിനക്കൊന്നും പറയുവാനില്ല. ഇവരിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവനെ അടുപ്പിച്ച് വിട്ടയക്കാം. ജനങ്ങളെ, ഉത്സവ സമയത്ത് ഒരു തടവുകാരനെ വിട്ടയക്കാൻ പതിവാണല്ലോ. തടവറയിലായിരിക്കുന്ന ബറാബാസിനെയോ അതോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെയാണ് നാം വിട്ടയക്കേണ്ടത്? എന്നാൽ ഇവനൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. വെള്ളം കൊണ്ടുവരും. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്.
പിടിച്ച് വഴിപോകുന്നവരെ കൊള്ളയിടാം. ബറബ്ബാസ്, നീ എങ്ങനെ മോചിതനായി? നീ ആ പട്ടാളക്കാർ ഞങ്ങൾക്ക് വേണ്ടി വല വിരിച്ചിരിക്കുകയായിരുന്നു. എങ്കിലും ബറബ്ബാസ്, നീ എങ്ങനെ മോചിതനായി? നീ ആ റോമാ സാമ്രാജ്യത്തിന്റെ കഴുത്തുരുന്നുകൾ തകർത്തുകൊണ്ടാണോ? ഹേ, അല്ല. ഉത്സവ സമയത്ത് ഒരു തടവുകാരനെ മോചിപ്പിക്കുന്ന പതിവില്ലേ? അങ്ങനെ വേറെ ഒരുത്തന് എനിക്ക് പകരം ശിക്ഷ ലഭിച്ചു. ആരാണവൻ? നിനക്ക് പകരം അവനെ ശിക്ഷിക്കണമെങ്കിൽ അവൻ നിന്നേക്കാളും ക്രൂരനായിരിക്കണം. അതെ, ഭയങ്കരനാണവൻ. ഞാനവനെ കണ്ടിട്ടില്ല. ക്രൂരനും നീചനുമായിരിക്കും. അല്ലാതെ തരമില്ല. എന്റെ പേര് ക്രിസ്തു എന്നാണ്. ബറബ്ബാസ്, നീ അവിടെ ആയിരുന്നപ്പോൾ ഈ ജനങ്ങൾ ആരും ഞങ്ങളെ ഭയപ്പെട്ടില്ല. നീ നിന്നേക്കാൾ ക്രൂരനായ ക്രിസ്തു തടവിലാകുമ്പോൾ ജനങ്ങൾ നിന്നെ പോലും ഭയപ്പാടാകും. ഇല്ല, ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. ഇനിയും ഭയങ്കരനാകുവാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ക്രിസ്തു ചെയ്തതിനേക്കാളും കരുണയും കൊലയും ക്രൂരതയും കൊണ്ട് ജനത്തെ ഞാൻ തകർക്കും. ഞാൻ ബറബ്ബാസിന്റെ പേര് കേൾക്കുമ്പോൾ പോലും ജനങ്ങൾ ഭയന്നു വരക്കണം. പക്ഷേ ക്രിസ്തുവിനെ കുറിച്ചും അവന്റെ കൊള്ളസംഘത്തെ കുറിച്ചും നമ്മൾ എങ്ങനെ അറിയും? പോയി ക്രിസ്തുവിനെ പറ്റി വിശദമായി അന്വേഷിച്ച് അവന്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കി അവനെ നന്നായി അറിയാവുന്ന ഒരുവനെ കൂട്ടിക്കൊണ്ടുവരികയും ആരാണ് യഥാർത്ഥ നേതാവെന്ന് അവർ അറിയും. ശരി, ഞങ്ങൾ പോയി വരാം. ഈ ഭൂലോകത്ത് എന്നിലും ഭയങ്കരൻ ഉണ്ടാവാൻ പാടില്ല. ഞാൻ ക്രിസ്തുവിനേക്കാളും വലിയവനാണ്. വലിയവൻ. എന്റെ പേര് കേൾക്കുമ്പോൾ പോലും ജനങ്ങൾ ഭയന്ന് വരക്കണം. ബറബ്ബാസ്, ഇവൻ ക്രിസ്തുവിന്റെ കൂടെ നടന്നവനാണ്. അവന്റെ കൂട്ടാളി. അയ്യോ, ഞാൻ ചെയ്യരുത്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. എന്നെ ഉപദ്രവിക്കരുത്. ഇവനോ ക്രിസ്തുവിന്റെ കൂട്ടാളി? എന്നെ കണ്ടപ്പോൾ തന്നെ ഇവൻ ഭയന്നതും ഇവന്റെ ക്രിസ്തുവിനോ? പറയൂ, എന്ത് തെറ്റാണ് അവൻ ചെയ്തത്? നിങ്ങൾക്ക് ക്രിസ്തു ചെയ്ത തെറ്റിനെ പറ്റി അറിയില്ല. അങ്ങനെയെങ്കിൽ അവൻ ഒരു തെറ്റും ചെയ്തില്ല. ഒരാളെ നാം ദ്രോഹിച്ചിട്ടുമില്ല. എല്ലാവർക്കും നന്മ മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. നിൽക്കാം. ദസമന്റെ നീ പറയുന്നത് നിനക്ക് ഭ്രാന്താണോ? ഒരു കാര്യം, മനസ്സിന് താളം തെറ്റിയവനെയാണോ ഈ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? എനിക്ക് ഭ്രാന്തില്ല. എന്റെ മനസ്സിന് താളം തെറ്റിയിട്ടുമില്ല. അവൻ ചെയ്ത കുറ്റം എന്താണെന്ന് നിനക്കറിയാമോ? രോഗികളെ സൗഖ്യമാക്കി, വിശന്നവർക്ക് ആഹാരം നൽകി, മൂഢന്മാരെ നടത്തുമാറാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. കൂടാതെ എന്നെയും നിന്നെയും പോലുള്ള പാപങ്ങൾ താഴെ തള്ളി. ഇപ്പോൾ ഇതാ അവൻ ശിക്ഷ അനുഭവിക്കുന്നു. മര്യാദയുടെ മോശങ്ങൾ. ദാഹിയായ എന്റെ വായ വിട്ടേക്കുന്നത് പോ. നടന്നു പോ. കൊണ്ടുപോ. ഇവനെ എന്റെ അടുത്ത് നിന്ന്. ക്രിസ്തു നീതിമാനായിരുന്നു. അതിൽ പാപമില്ല. നിന്റെ പാപം വഹിച്ചതിനാലാണ് അവനിപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നത്. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നിങ്ങൾ തന്നെ നോക്കിക്കോ. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. അവനെ ക്രൂശിക്കാം, അവനെ ക്രൂശിക്കാം. ക്രിസ്തു നീതിമാനായിരുന്നു. അവനിൽ പാപമില്ല. നിന്റെ പാപം വഹിച്ചതിനാലാണ് അവനിപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നത്.
ശിക്ഷിക്കപ്പെടാൻ പാടില്ല. പാടില്ല. ഇതെന്റെ ശിക്ഷയാണ്, ഇതെന്റെ ക്രൂശാണ്. തെറ്റിദ്ധരിക്കപ്പെട്ട ഈ ജനത്തോടൊപ്പം ഞാനില്ല. ശിക്ഷ അനുഭവിക്കേണ്ടത് ഞാനാണ്. ഇപ്പോൾ തന്നെ ഞാൻ അവിടേക്ക് പോകുന്നു. യഹൂദ രാജാവ് ഇതിനെ കുറിച്ച് 3 ദിവസം കൊണ്ട് പണിയുന്നവരെ നീ നിന്നെ തന്നെ രക്ഷിക്കും. പിതാവേ, ഇവർ ചെയ്ത് ഇന്നാന്ന് അറിയാതെയാണ്. ഇവരോട് ക്ഷമിക്കണമേ. ഇവൻ മറ്റുള്ളവരെ രക്ഷിക്കുന്നവനാണ്, സ്വയം രക്ഷിക്കാൻ കഴിയുന്നില്ല. ഏലി, ഏലി, ലമ്മാ ശബക്താനി. അവൻ ഏലിയാവിനെ വിളിക്കുകയാണ്. നോക്കാം ഏലിയാവ് അവനെ രക്ഷിക്കാൻ വരുമോ എന്ന്. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഫലമേൽപ്പിക്കുന്നു. അവൻ വാസ്തവമായ നീതിമാനായിരുന്നു. കുറ്റമില്ലാത്ത രക്തത്തെയാണ് ഞങ്ങൾ ക്രൂശിച്ചത്. അവനെ കൊലയില്. അവനല്ല. ഞാനാണ് കുറ്റക്കാരൻ. ഞാനാണ് കൊലയാളി. എന്നെ ക്രൂശിച്ചു. ഞാനാണ് കൊലയാളി. അയ്യോ. നാഥാ. അങ്ങയെ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് അങ്ങനത്തെ ശിക്ഷ ഏറ്റെടുത്തത്? എന്തിനു വേണ്ടിയാണ് ഈ പീഡകളെല്ലാം സഹിച്ചത്? അയ്യോ ദൈവമേ! ആരാണ് മരിക്കേണ്ടിയിരുന്നത്? മരിക്കപ്പെട്ടത് അവനാണ്. എന്റെ കൈകൾ രക്തത്തിൽ മുങ്ങിയവയാണ്. എങ്കിലും കുരിശിൽ തറയ്ക്കപ്പെട്ടത് അവന്റെ കൈകളാണ്. എന്റെ കാലുകൾ പാപത്തിന്റെ പാതയിലൂടെ നടന്നവയാണ്. എങ്കിലും കുരിശിൽ തറയ്ക്കപ്പെട്ടത് അവന്റെ കാലുകളാണ്. എനിക്ക് ലഭിക്കേണ്ട ശിക്ഷ അവന്റെ കൈകൾ. കുറ്റമില്ലാത്തവരെ കുറ്റക്കാരിയാക്കി അവൻ മരിച്ചു. എനിക്ക് ബുദ്ധിജീവൻ നൽകുക. അവന്റെ രക്തം ചീറ്റി എന്നെ അറിഞ്ഞ് സ്വന്തമാക്കുവാൻ. അവൻ മൗനമായി എല്ലാം സഹിച്ചു. എല്ലാം. ഒരു പുതിയ പ്രത്യാശ എന്നെ കേൾപ്പിച്ചു. ഇപ്പോൾ ഞാൻ അറിയുന്നു, അവൻ മരിച്ചത് വെറുതെയല്ല. അവൻ മരിച്ചത് എനിക്കായിട്ടാണ്. അവൻ മരിച്ചത് നമുക്കായിട്ടാണ്. അവൻ ആ ക്രിസ്തു ബറബ്ബാസിന്റെ പാപങ്ങൾ മായ്ച്ചുവെങ്കിൽ ഇനി ആ ശാപജീവിതത്തിലേക്ക്